വഹിച്ചു നീ എന്നുടെ വേദന നിൻ മരണയാഗത്താൽ എൻ മരണം മാറ്റി നീ ഞാൻ പാടുമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കോഴുതൻ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ സൂക്ഷിക്കുന്നത് പോലെ, കഴുകന്തൻ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ നമ്മളെ മറച്ചും വഹിച്ചും ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ പരിപാലനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. 27-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഒരു പ്രഖ്യാപനം നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ വചനം ഇങ്ങനെയാണ്: അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്നെ ഒളിപ്പിക്കും, എന്നെ മറയ്ക്കും, എന്നെ ഉയർത്തും. നോക്കൂ, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം അനർത്ഥ ദിവസങ്ങളിൽ, അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അനർത്ഥങ്ങൾ എവിടെയും പതിയിരിക്കുമ്പോൾ, അപകടങ്ങളും ആപത്തുകളും പതിയിരിക്കുമ്പോൾ അവിടൊക്കെ ദൈവം തന്നെ സൂക്ഷിക്കുമെന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അനർത്ഥ ദിവസങ്ങൾ, അതെ, നമ്മുടെ ജീവിതത്തിൽ പല ദിവസങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. കഷ്ട ദിവസങ്ങളുണ്ട്, രോഗങ്ങളും ദുഃഖങ്ങളുമുള്ള ദിവസങ്ങളുണ്ട്, പ്രതിസന്ധികളുടെ ദിവസങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മളെ സൂക്ഷിക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന നമ്മുടെ കർത്താവ് ഇവിടെ പറയുകയാണ്, അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൻ്റെ മറവിൽ അവൻ എന്നെ മറയ്ക്കും. അതേ, ഒളിപ്പിക്കുന്ന ദൈവം, കൂടാരത്തിൽ നമ്മളെ ഒളിപ്പിക്കുന്നവനായ ദൈവം, നമ്മളെ സൂക്ഷിക്കുന്നവനായ ദൈവം. അതുകൊണ്ടാണ് 68-ാം സങ്കീർത്തനം വായിക്കുന്നത് പോലെ, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിലുള്ള നീക്കുപോക്കൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവ തന്നെ. അതെ, നമ്മുടെ രക്ഷയാകുന്ന ദൈവം, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്, നമ്മളെ ഉദ്ധരിക്കുന്ന നമ്മുടെ ദൈവം, മരണത്തിനുള്ള നീക്കുപോക്കളെ നൽകിത്തരുന്ന നമ്മുടെ കർത്താവ്, അതെ, നമ്മളെ ഒളിപ്പിക്കുന്ന, നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ മറയ്ക്കുന്ന, നമ്മളെ ഉയർത്തുന്ന നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണ്. ദാവീദിന്റെ ജീവിത അനുഭവങ്ങളിൽ തന്നെ വേട്ടയാടുവാൻ, തന്റെ ജീവനെ എടുത്തു കളയുവാൻ ശൗൽ കുന്തവും വാളുമായി പിൻഗമിക്കുമ്പോൾ ഒരിക്കൽ താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ശൗലിന്റെ കൈയാൽ മരിക്കേയുള്ളൂവെന്ന്. തന്റെ ജീവനെ എടുത്തു കളയുവാൻ രക്തദാഹിയായി ശൗൽ അവന്റെ പിന്നാലെ അനുഗമിക്കുമ്പോൾ, ശൗലിന്റെ കയ്യിലേൽപ്പിക്കാതെ, ശൗലിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാതെ തന്റെ ദാസനെ ദൈവം സൂക്ഷിച്ച് പരിപാലിച്ചു. അവനെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലിക്കാതെ വണ്ണം ദൈവനെ പരിപാലിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ അനർത്ഥങ്ങൾ കാണുവാൻ, നമ്മളെ ഇല്ലാതാക്കുവാൻ ശത്രു ഒരുക്കുന്ന പദ്ധതികൾ നടുവിൽ, അതിൻ്റെ എല്ലാം നടുവിൽ ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അവൻ നമ്മളെ കൈവിടുന്നതുമല്ല.
കൂടാരത്തിന്റെ മറവിൽ അവൻ നമ്മളെ ഒളിപ്പിക്കുന്നു. അതേ മിസ്രയീമിൽ കടിഞ്ഞൂൽ സംഹാരം നടക്കുമ്പോൾ ഒരു കൂട്ടം ജനങ്ങളെ ദൈവം കൂടാരങ്ങളിൽ ഒളിപ്പിച്ചു. ആ കൂടാരത്തിന്റെ പ്രത്യേകത എന്താണ്? പെസഹ കുഞ്ഞാടിനെ അറുത്ത് കട്ടളക്കാൽ മേലും കുറുമണി മേലും രക്തം പുരട്ടിയ ആ ഭവനത്തിനകത്ത് തന്റെ ജനത്തെ ദൈവം ഒളിപ്പിക്കുകയാണ്. പുറത്ത് സംഹാരം നടക്കുന്നു, അനർത്ഥങ്ങൾ നടക്കുന്നു, മരണത്തിന്റെ നിലവിളികൾ ഉയരുന്നു. കൊട്ടാരം മുതൽ കുടിൽ വരെയുള്ള കടിഞ്ഞൂൽ സംഹാരം നടക്കുമ്പോൾ, മൃഗങ്ങളുടെ കടിഞ്ഞൂൽ സംഹാരം നടക്കുമ്പോൾ, മനുഷ്യരുടെ ആദിജാതൻ മരിച്ചു വീഴുമ്പോൾ നിലവിളികൾ ഉയരുന്ന ആ ഭയങ്കരമായ രാത്രിയിൽ ഇതാ അനുസരിച്ച ജനം, പെസഹ ആടിനെ അറുത്തതിന്റെ രക്തം കട്ടളക്കാൽ മേലും കുറുമണി മേലും പുരട്ടിയ ജനം, അവർ ആ വീടിനകത്ത് അവർ സന്തോഷിക്കുകയാണ്. ദൈവം അവിടെ ഒളിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപകടങ്ങളിൽ, ആപത്തുകളിൽ, അനർത്ഥങ്ങളിൽ നമ്മളെ സൂക്ഷിച്ച് നടത്തുന്ന നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തത എത്ര വലുതാണ്. 91-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്കൊരു ഉറപ്പ് തരികയാണ്. അത് മറ്റൊന്നല്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ഉറപ്പ് തരികയാണ് ദൈവം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല എന്നുള്ള ഉറപ്പ് ദൈവം നമുക്കവിടെ തരികയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളെ കാക്കുവാൻ, അനർത്ഥം നമ്മളെ വിടുവിക്കുവാൻ അവിടെ പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. നമ്മളെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിച്ച് നമുക്ക് ദൈവം തരുന്ന പരിപാലനങ്ങൾ എത്ര വലുതാണ്. ജീവിതത്തിന് മുമ്പിൽ നീ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ പരിഹാരം തരുവാൻ കഴിവുള്ളവനായ ദൈവം നിന്റെ അനർത്ഥ ദിവസങ്ങളിൽ, നിന്റെ കഷ്ട ദിവസങ്ങളിൽ, ദുഃഖങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ, രോഗങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ നീ ഭാരപ്പെട്ടു പോകുമ്പോൾ അവിടെ വിടുതലുമായി കടന്നു വരുന്ന കർത്താവിന്റെ സാന്നിധ്യം. അതെ, ഗലീലാക്കടലിലൂടെ സഞ്ചരിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാർ, ഗലീലാക്കടലിലെ തിരകൾ, കാറ്റുകൾ അവരെ അവിടെ മുക്കിക്കളയുമെന്ന് ചിന്തിച്ച സമയത്ത് രാത്രിയിലെ 4-ാം യാമത്തിൽ യേശു ഇതാ തിരകളുടെ മുകളിലൂടെ സഞ്ചരിച്ച് തന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ഭയപ്പെടേണ്ട, ഒരു ദോഷവും നിങ്ങൾക്ക് ഭവിക്കയില്ല, ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവരെ രക്ഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, ഭയപ്പെടേണ്ട. നിന്നെ ഒളിപ്പിക്കുവാൻ, നിന്നെ മറയ്ക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള കർത്താവ് ജീവിക്കുന്നു. അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക്. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, നിന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവമേ, മറയ്ക്കുന്ന ദൈവമേ, ഉയർത്തുന്ന ദൈവമേ, നീ അവരെ സഹായിക്കണമേ. നിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃസൂഷയിൽ പാസ്റ്റർ കെ സാമുവേൽ. ഞാൻ പാടുമേ ആ സ്നേഹത്തെ, ഞാൻ പാടുമേ, ഞാൻ പാടുമേ, ഞാൻ പാടുമേ ആ ത്യാഗത്തെ. യേശുവേ, യേശുവേ, എൻ പ്രാണനാഥ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമോ, ആ ക്രൂശിൽ ഞാൻ കാണുന്നു
തേജസ്സിൻ്റെ പൊന്മുഖം